കഴിഞ്ഞ ദിവസം ചേർന്ന മുസ്ലിം ലീഗിൻ്റെ നേതൃയോഗം വി ഡി സതീശന് കേരള മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പിന്തുണ പ്രഖ്യാപിച്ചു എന്ന രീതിയിലുള്ളൊരു വാർത്ത ചില ടെലിവിഷൻ ചാനലുകളിൽ കാണുന്നുണ്ട്. യഥാർത്ഥത്തിൽ മുസ്ലിം ലീഗിൻ്റെ നേതൃയോഗത്തിൽ ഈ വിഷയത്തെക്കുറിച്ച് ചർച്ച ഉണ്ടായെങ്കിൽ തന്നെ ഈ മാധ്യമങ്ങളിൽ വന്ന രീതിയിലാണോ എന്നറിയില്ല. മാധ്യമങ്ങളിൽ വന്ന രീതിയിലാണെങ്കിൽ പോലും അവരൊരു പ്രമേയമായിട്ട് വി ഡി സതീശനെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആക്കണം എന്നാവശ്യപ്പെടുകയോ ആ രീതിയിൽ സമ്മർദ്ദം ചെലുത്താനായിട്ട് പാണക്കാട് തങ്ങളെയോ കുഞ്ഞാലിക്കുട്ടിയോ ചുമതലപ്പെടുത്തുകയോ ചെയ്തിട്ടുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. ഒരു പക്ഷേ നേതൃയോഗത്തിൽ കോൺഗ്രസ്സിൽ ഇപ്പോൾ നടക്കുന്ന പൊറാട്ട് നാടകത്തെക്കുറിച്ച് ചർച്ച ഉണ്ടാവുകയും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കെ സി വേണുഗോപാലിനേക്കാളും സാധ്യത അല്ലെങ്കിൽ അതിന് അർഹതയുള്ളത് സതീശനാണ് എന്ന രീതിയിൽ അഭിപ്രായം പ്രകടനം നടന്നിരിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. തീർച്ചയായിട്ടും കേരള മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടേണ്ടുന്ന പേരുകളിൽ ഒരു പേരല്ല, ഒന്നാമത്തെ പേര് സതീശൻ്റെ തന്നെയാണ്, യാതൊരു സംശയമില്ല. കാരണം അദ്ദേഹം കഴിഞ്ഞ 5 കൊല്ലമായിട്ട് പ്രതിപക്ഷ നേതാവായിട്ട് പ്രവർത്തിക്കുന്ന ആളാണ്. നമ്മുടെ വെസ്റ്റ് മിനിസ്റ്റർ രീതിയിലുള്ള പാർലമെൻ്ററി സംവിധാനത്തിൽ എല്ലായ്പ്പോഴും പ്രതിപക്ഷ നേതാവ് തുടർന്ന് പ്രധാനമന്ത്രി അല്ലെങ്കിൽ മുഖ്യമന്ത്രി ആകുക എന്നുള്ളതാണ് നാട്ടു നടപ്പ്, കീഴ്വഴക്കം അതാണ്. അങ്ങനെ അല്ലാതെയും ഉണ്ടായിട്ടുണ്ട്, ഇല്ലെന്നല്ല പറയുന്നത്. പക്ഷേ സ്വാഭാവികമായിട്ടും അങ്ങനെയാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഇവിടെ ക്ലൈമൻസ് ആയിട്ട് 2 പേരുണ്ട്. ഒന്ന് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല മത്സരിച്ചിട്ടുണ്ട്, അദ്ദേഹമാണ് സീനിയർ, അദ്ദേഹത്തിനാണ് ഭരണപരിചയമുള്ളത്. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ഒരു ക്ലെയിം അവിടെ ഉണ്ട്. സതീശൻ്റെ ക്ലെയിമും നിശ്ചയമായിട്ടും ഉണ്ട്. കഴിഞ്ഞ 5 വർഷമായിട്ട് അദ്ദേഹമായിരുന്നു പ്രതിപക്ഷ നേതാവ്. തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിലും പിന്നീട് പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിലും പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലും അത് കഴിഞ്ഞ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലും അതിനേക്കാളൊക്കെ ഭയങ്കരമായിട്ട് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലും ഏറ്റവും ഒടുവിൽ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള തിരഞ്ഞെടുപ്പിലുമൊക്കെ കോൺഗ്രസ് പാർട്ടിയെയും യു ഡി എഫിനെയും നയിച്ചത് അദ്ദേഹമാണ്. സ്വാഭാവികമായിട്ട് പ്രവർത്തകരുടെ ഇടയിൽ, പൊതുജനങ്ങളുടെ ഇടയിൽ സതീശൻ മുഖ്യമന്ത്രി ആകണം എന്ന ആഗ്രഹമുള്ളവരുണ്ട്. അവരായിരിക്കും ഒരുപക്ഷെ കൂടുതൽ എന്ന് ഞാൻ വിചാരിക്കും. പക്ഷേ ആത്യന്തികമായിട്ട് തീരുമാനമെടുക്കേണ്ടത് പുതുതായിട്ട് ജയിച്ചു വരുന്ന എം എൽ എമാരും അതുപോലെ കോൺഗ്രസ് ഹൈക്കമാൻഡുമാണ്. അവിടെയാണ് വേണുഗോപാലിനൊക്കെയുള്ള ഒരു സാധ്യത. അതെന്തുവാട്ടെ. അപ്പോൾ ഇങ്ങനെ ഒരു ആഗ്രഹം എല്ലാവർക്കും ഉണ്ട്, അതുപോലെ ലീഗുകാർക്കും ഉണ്ട്. ന്യായമായ ആഗ്രഹമാണ്, ആർക്കും എതിരൊന്നും പറയാൻ പറ്റുകയില്ല. പക്ഷേ അത് മുസ്ലിം ലീഗ് പാർട്ടി ഔപചാരികമായിട്ടൊരു അഭിപ്രായ പ്രകടനം എന്ന രീതിയിൽ പത്രത്തിലൊക്കെ വരാൻ തുടങ്ങിയാലുള്ള കുഴപ്പമെന്ന് വെച്ചാൽ, നാളെ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിൻ്റെ കമ്മിറ്റി കൂടിയിട്ട് അവർ വേറൊരാളെയാണ് ആ സ്ഥാനത്തേക്ക് പ്രപ്പോസ് ചെയ്യുന്നതെങ്കിൽ സ്ഥിതി എന്തോ. KPCCയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് സണ്ണി ജോസഫാണ്. അതേ കേരള മുഖ്യമന്ത്രിയായി കാണാൻ കേരള കോൺഗ്രസ് ആഗ്രഹിക്കുന്നു എന്ന രീതിയിലൊരു അഭിപ്രായ പ്രകടനം ഉണ്ടായാൽ, അതല്ലെങ്കിൽ CP ജോണിൻ്റെ CMP അവരുടെ ഉന്നതാധികാര കമ്മിറ്റി കൂടിയിട്ട് വേറെ ഒരാളുടെ പേരാണ് പറയുന്നത്. ഇപ്പോൾ അൻവർ സാദത്ത് കേരള മുഖ്യമന്ത്രിയായി കാണണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു, അദ്ദേഹത്തിന് പിന്തുണ പ്രഖ്യാപിക്കുന്നു എന്ന രീതിയിൽ പോയാൽ അത് വളരെ മോശപ്പെട്ടൊരു രീതിയിലേക്ക് പോകും. ഇപ്പോൾ CPMൻ്റെ നേതാവായിട്ട് VS അച്യുതാനന്ദനെ തീരുമാനിക്കണോ പിണറായി വിജയനെ തീരുമാനിക്കണോ എന്ന കാര്യം RSPക്കോ അതല്ലെങ്കിൽ CPIക്കോ ജനതാദൾ എസിനോ ജനതാദൾ യുവിനോ NCPക്കോ പറയാൻ പറ്റുമോ? പറയാൻ പറ്റുകയില്ല. നമുക്ക് മനസ്സുകൊണ്ട് ആഗ്രഹിക്കാം ഇന്നാൾ ആ സ്ഥാനത്തേക്ക് വരണമേ എന്ന്, അതിനപ്പുറത്തൊന്നും ചെയ്യാൻ പറ്റുകയില്ല. ഇത് കൂട്ടുകക്ഷി സർക്കാർ. മാത്രവുമല്ല, ഈ കോൺഗ്രസ് പാർട്ടി ഇന്ന് അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളുടെ അടിസ്ഥാനപരമായ ഒരു കാരണം എന്ന് പറയുന്നത് 1995 കെ കരുണാകരനെ നേതൃസ്ഥാനത്ത് നിന്ന് മാറ്റിയതാണ്. അതുവരെ കോൺഗ്രസ്സിന് ഒരു ലീഡർ ഉണ്ടെന്നു, അത് കെ കരുണാകരനാണ്. ലീഡറെ കോൺഗ്രസ്സിലെ ഭൂരിപക്ഷം അനുസരിച്ച് മാറ്റണമെന്ന് വെച്ചാൽ നമുക്ക് മനസ്സിലാക്കാം, അതിനൊരു അന്തസ്സുണ്ട്. അതിന് പകരം ഉമ്മൻചാണ്ടിയും സംഘവും ഈ ഘടകകക്ഷികളെ കൂട്ടുപിടിച്ച് അദ്ദേഹത്തെ ആ സ്ഥാനത്ത് നിന്ന് നിഷ്കാസനം ചെയ്തു. അവിടെയാണ് പ്രശ്നം പറ്റിയത്. അങ്ങനെ ഉമ്മൻചാണ്ടിയുടെ മറ്റും താല്പര്യപ്രകാരം മുസ്ലിം ലീഗ് ആവശ്യപ്പെട്ടു നേതൃത്വ മാറ്റം വേണം. അതുപോലെ മാണി ഗ്രൂപ്പ് ആവശ്യപ്പെട്ടു, പിള്ള ഗ്രൂപ്പ് ആവശ്യപ്പെട്ടു, ജേക്കബ് ഗ്രൂപ്പ് ആവശ്യപ്പെട്ടു. CMPയും NDPയും ഒഴിച്ച് ബാക്കി എല്ലാ പാർട്ടികളും കരുണാകരനെ മാറ്റണം എന്നാവശ്യപ്പെട്ടു. കരുണാകരനെ മാറ്റിക്കഴിഞ്ഞാൽ UDFന് വീണ്ടും അധികാരത്തിൽ തിരിച്ചു വരാൻ പറ്റും എന്നാണ് ഈ പുങ്കവന്മാർ വിചാരിച്ചത്. ഒന്നും സംഭവിച്ചില്ല എന്ന് മാത്രമല്ല, UDFൻ്റെ നേതൃത്വം തീരെ അപ്രാപ്തനും അപ്രഗത്ഭനുമായ ഭരണം എന്താണെന്ന് അറിയാൻ പാടില്ലാത്ത AK ആന്റണിയുടെ കൈവശം വന്ന് വിടുകയും അന്തോണീസ് പുണ്യാളൻ ഭരിച്ച് സംഗതി ഒരു വഴിക്കാക്കുകയും ചെയ്തു എന്നുള്ളതാണ് ചരിത്രം. അതുപോട്ടെ, അന്നാണ് കോൺഗ്രസിന് ആദ്യ പാപം എന്ന് പറയുന്നത് ഈ
ഘടകകക്ഷികളെ മുൻനിർത്തിക്കൊണ്ട് കാര്യസാധ്യം നേടിയെടുക്കാം എന്ന് വിവിധ ഗ്രൂപ്പുകൾ മനസ്സിലാക്കിയെടുത്താണ്. അങ്ങനെയാണ് കരുണാകരനെ മാറ്റിയത്. പിന്നീട് ഇതേ മുസ്ലിം ലീഗിൻ്റെ കൈകൊണ്ടാണ് ആൻ്റണിയുടെയും ആദ്യം ഉണ്ടായത്. ആൻ്റണിക്ക് മത്സരിക്കാൻ സീറ്റില്ലാണ്ട് വന്നപ്പോൾ തിരൂരങ്ങാടിയിൽ കൊണ്ടു നിർത്തി. തിരൂരങ്ങാടിയിൽ കൂടി ജയിച്ചുകൂടി അന്തോണീസ് പുണ്യാളൻ്റെ കഴുത്ത് കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെ കക്ഷത്തിലായി. പിന്നീട് കുഞ്ഞാലിക്കുട്ടി കൊട്ടുന്ന താളത്തിന് തുള്ളുന്ന ഒരു കുറവൻ കൈയറ്റത്തെ കുരങ്ങനായി അന്തോണീസ് പുണ്യാളൻ പരിണമിച്ചു. പിന്നീട് ആന്റണിയെ പറഞ്ഞു വിട്ടത് മുസ്ലിം ലീഗായിരുന്നു. 2004 തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി ഉണ്ടായി കഴിഞ്ഞപ്പോൾ കോൺഗ്രസ് പാർട്ടിയിലെ വലിയൊരു വിഭാഗം ആളുകൾ വിചാരിച്ചു ആന്റണി ഇപ്പോൾ രാജിവെച്ച് പോകും. പക്ഷേ ആന്റണി രാജിവെച്ചില്ല. മുസ്ലിം ലീഗ് അവിടെ കൃത്യമായിട്ട് അവരുടെ ഇംഗിതം ഡൽഹിയിൽ അറിയിച്ചു കഴിഞ്ഞപ്പോൾ ആ ദിവസം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. വെള്ളാപ്പള്ളി നടേശൻ അവിട്ടം ചതയമായിട്ട് ആഘോഷിച്ച ദിവസം അതിൽ പങ്കെടുക്കാൻ വന്ന സോണിയാഗാന്ധി വിമാനത്താവളത്തിൽ ഇപ്പോൾ ആന്റണിയോട് വെക്കടോ രാജി എന്ന് പറഞ്ഞു. വേറെ വല്ല മാർഗമുണ്ടോ? ആന്റണി രാജിവെച്ചു. അങ്ങനെ ഉമ്മൻചാണ്ടി വന്നു. ഉമ്മൻചാണ്ടി വന്നപ്പോഴും ഇത് തന്നെയായിരുന്നു സ്ഥിതി. മുഖ്യമന്ത്രി കസേരയിൽ നിന്ന് ഉമ്മൻചാണ്ടി ആണെങ്കിലും അദ്ദേഹത്തെ നിയന്ത്രിച്ചിരുന്നത് മുസ്ലിം ലീഗായിരുന്നു. അങ്ങനെ മുസ്ലിം ലീഗിൻ്റെ ഇംഗിതത്തിനനുസരിച്ച് ചാടിക്കളിക്കുന്ന ഒരാളായിട്ട് ഉമ്മൻചാണ്ടി മാറി. ഇത് കേൾക്കുമ്പോൾ ഉമ്മൻചാണ്ടിയുടെ ആരാധകരെയൊക്കെ എൻ്റെ നേരെ മുഖം വീർപ്പിക്കും എന്നെനിക്കറിയാം. പക്ഷേ സത്യം ഇതാണ്. അങ്ങനെ ഉമ്മൻചാണ്ടിയെ കൊണ്ടുവന്നു. പിന്നീട് ചെന്നിത്തല വന്നു. അപ്പോഴൊക്കെ കാര്യങ്ങൾ നടത്തിയിരുന്നത് മുസ്ലിം ലീഗ് വഴിയായിരുന്നു. ഈ കോൺഗ്രസിൽ നിന്ന് തെറ്റിപ്പിരിഞ്ഞുപോയ കെ മുരളീധരനെ തിരിച്ചു കൊണ്ടുവന്ന കുഞ്ഞാലിക്കുട്ടിയാണ്. കുഞ്ഞാലിക്കുട്ടി അതൊക്കെ വലിയ ത്യാഗം എന്നുള്ള രീതിയിലാണ്, സേവനം എന്നുള്ള രീതിയിലാണ് ചെയ്യുന്നത്. പക്ഷേ ആത്യന്തികമായിട്ട് വില കൊടുക്കേണ്ടി വരുന്നത് കോൺഗ്രസ്സുകാർ. ഈ UDFിൽ നിന്ന് തെറ്റിപ്പിരിഞ്ഞു പോയ കെ എം മാണിയെ തിരിച്ചു കൊടുത്തും ജോസ് കെ മാണിക്ക് രാജ്യസഭാ സീറ്റ് തളികയിൽ വെച്ച് കൊടുത്തും കുഞ്ഞാലിക്കുട്ടിയായിരുന്നു. അല്ലെങ്കിൽ കുഞ്ഞാലിക്കുട്ടിയെ മുൻനിർത്തിക്കൊണ്ട് ചെന്നിത്തലയും അതുപോലെ ഉമ്മൻചാണ്ടിയും ചെയ്യിച്ച പരിപാടിയായിരുന്നു. അങ്ങനെയാണ് ലീഗിന് 5-ാം മന്ത്രി 6-ാം മന്ത്രിയൊക്കെ ചോദിക്കാവുന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങൾ പോയത്. ഇപ്പോഴും ഞാൻ പറയുന്നു, വി ഡി സതീശൻ കോൺഗ്രസ് പാർട്ടിക്കകത്ത് ഉള്ള ഭൂരിപക്ഷം ഉപയോഗിച്ച് അല്ലെങ്കിൽ ഹൈക്കമാൻഡിൽ ചെലുത്താവുന്ന സമ്മർദ്ദമനുസരിച്ച് അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടി പ്രവർത്തകരുടെ ഇടയിൽ നിന്ന് ഉയർന്നു വരാവുന്ന സ്വാഭാവികമായ വികാരം മുൻനിർത്തി പണ്ട് VS അച്യുതാനന്ദൻ പോളിറ്റ് ബ്യൂറോയെ ധിക്കരിച്ച് സീറ്റ് മേടിച്ച പോലെ മുഖ്യമന്ത്രി സ്ഥാനം വാങ്ങിയെടുക്കുകയാണെങ്കിൽ ഏറ്റവും സന്തോഷിക്കുന്ന ആൾ ഞാനായിരിക്കും. പക്ഷേ മുസ്ലിം ലീഗിനെ കേരള കോൺഗ്രസിനെ മുൻനിർത്തി അവരുടെ പിന്തുണ എനിക്കാണ്, അതുകൊണ്ട് എന്നെ മുഖ്യമന്ത്രിയാക്കണം എന്ന നിലയിലേക്ക് പോയാൽ അത് മുൻ UDF സർക്കാരുകളുടെ ഒരു തനിയാവർത്തനമായിട്ട് മാറും. സതീശൻ്റെ കഴുത്തും കുഞ്ഞാപ്പയുടെ കക്ഷത്തിലാവും എന്ന് പറയാനായിട്ട് അത് നമ്മൾ രാഷ്ട്രീയ ജ്യോത്സ്യമൊന്നും പഠിക്കണ്ട. പാഴൂർ പടിപ്പുരയിൽ പോയിട്ട് കബഡി നിരത്തി പ്രശ്നം വെച്ച് കണ്ടെത്തേണ്ടതായിട്ടുമില്ല. കേരള ചരിത്രത്തിൽ ഇതുവരെ തെളിയിക്കപ്പെട്ട ഒരു പരമസത്യമാണ്. അപ്പോൾ സതീശൻ്റെ കഴുത്ത് കുഞ്ഞാപ്പയുടെ കക്ഷത്തിലാവുമോ എന്ന ചോദ്യമാണ് ഇപ്പോൾ നമ്മുടെ മുമ്പിൽ ബാക്കിയുള്ളത്.